ഇതൊരു പൗരാണിക ദൈവകഥയാണ്. അവതാരങ്ങളുടെ തുടക്കവും സൃഷ്ടിയുടെ സംരക്ഷണത്തിന്റെ ആദ്യചിന്തയുമാണ് ഇതിന്റെ ഉള്ളടക്കം. സൃഷ്ടിയുടെ അവസാനം. ലോകം മുഴുവൻ ജലത്തിൽ മുങ്ങുന്നു. എവിടെയും നിറഞ്ഞത് ജലം മാത്രം. ഇതായിരുന്നു മഹാപ്രളയം. ആ പ്രളയത്തിന്റെ തിരകളിലേക്കാണ് വിശ്വാസം രക്ഷിക്കാനായി മഹാവിഷ്ണു മത്സ്യാവതാരമായി അവതരിച്ചത്. ചക്രവർത്തിയായിരുന്ന മനു മഹാരാജാവ് അതിചാര ധാർമ്മികനായിരുന്നു. ഒരു ദിവസം അവൻ നദിയിൽ ഇറങ്ങി പ്രാർത്ഥിക്കുന്നതിനിടെ ഒരു ചെറിയ മത്സ്യം അവന്റെ കയ്യിൽ എത്തി. മഹാരാജാ, ദയവായി എന്നെ രക്ഷിക്കൂ. ഇല്ലെങ്കിൽ വലിയ മത്സ്യങ്ങൾ എന്നെ തിന്നുതീർക്കും. മനു അവനെ ഒരു കിണറിൽ വിട്ടു. പക്ഷേ അതിനുശേഷം അത്ഭുതം. മത്സ്യത്തിന്റെ വലിപ്പം വേഗത്തിൽ വർദ്ധിച്ചു. മനു അതിനെ ഒരു തടാകത്തിലേക്കും പിന്നീട് നദിയിലേക്കും മാറ്റി. പക്ഷേ അതൊന്നും ആ മത്സ്യത്തിന് പോരാതെയായി. അവസാനം മത്സ്യം മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മനു, ഞാൻ മഹാവിഷ്ണുവാണ്. വരാനിരിക്കുന്ന മഹാപ്രളയത്തിൽ ലോകം മുഴുവനും നശിക്കും. നീ ഒരു വലിയ പേടകം നിർമ്മിക്കുക. അതിൽ എല്ലാ ആവശ്യമുള്ള വസ്തുക്കൾ, വിത്തുകൾ, ഔഷധങ്ങൾ, ജീവികൾ എല്ലാം സൂക്ഷിക്കുക. ഞാൻ വീണ്ടും മത്സ്യവേഷത്തിൽ വരും. പേടകം പാശം കെട്ടി ഞാൻ അതിനെ രക്ഷിക്കും. വാക്കുകൾക്കനുസരിച്ച് മനു ഒരുക്കങ്ങൾ നടത്തി. പ്രളയം തുടങ്ങി. കരയും പർവ്വതങ്ങളും എല്ലാം വെള്ളത്തിൽ മുങ്ങി. ആ സമയത്ത് വീണ്ടും മത്സ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മഹാവിഷ്ണു. അദ്ദേഹം വാസുകി എന്ന സർപ്പത്തെ പാശമായി ഉപയോഗിച്ച് മനുവിന്റെ പേടകത്തെ സംരക്ഷിച്ചു. പ്രളയം അവസാനിച്ചു. പുതിയ ലോകത്തിന്റെ പ്രഭാതം ഉയർന്നു. ധർമ്മം നിലനിൽക്കുന്നിടത്ത് ദൈവം എത്തും. ഓരോ അവസാനവും ഒരു പുതിയ തുടക്കമാണ്.